കോൺഗ്രസിലെ പുതിയ തർക്കത്തിൻ്റെ രാഷ്ട്രീയ തർക്കത്തിൻ്റെ സംഘടനാപരമായ തർക്കത്തിൻ്റെ പുതിയ തലം തന്നെ ആദ്യം പരിശോധിക്കാം. നമ്മൾക്കറിയാം UDF സർക്കാർ അധികാരത്തിലേക്ക് കയറുന്നൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ആര് എന്നതിനെ സംബന്ധിച്ച ഉയർന്ന തർക്കം, അവിടെ നിന്ന് അങ്ങോട്ട് മന്ത്രിമാരെ സംബന്ധിച്ച തർക്കങ്ങൾ, വകുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ, അതിനെല്ലാം ശേഷം ഇപ്പോൾ പുതിയ KPCC പ്രസിഡന്റ് ആര്, സംഘടനാ തലത്തിലും ആ തർക്കം നീളുന്നു, വ്യാപിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകാം. സമ്പൂർണ്ണമായ ആധിപത്യം KPCCയിൽ കോൺഗ്രസിനുള്ളിൽ സമ്പൂർണ്ണമായ ആധിപത്യം ഉറപ്പിക്കാനാണ് ഇപ്പോൾ KC വേണുഗോപാൽ വിഭാഗത്തിൻ്റെ നീക്കം എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി നൃപൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് രാവിലെ. ഗുഡ് മോർണിംഗ് നൃപൻ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി ആര് അങ്ങനെ ഏതാണ്ട് ഒരു 2 ആഴ്ചക്കടുത്ത്, അത് കഴിഞ്ഞ് പിന്നെ മന്ത്രിമാരെ സംബന്ധിച്ച്, പിന്നീട് അതിൻ്റെ വകുപ്പ് സംബന്ധിച്ച തർക്കം, ആ ഒരു സ്ലോട്ടൊന്ന് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനുള്ളിൽ സംഘടനാതലത്തിൽ അതിൻ്റെ എല്ലാം അലയൊലികൾ അങ്ങോട്ടേക്ക് നീങ്ങുകയാണോ? ആ തർക്കം അവിടേക്ക് വ്യാപിക്കുകയാണോ? തീർച്ചയായും ആദ്യം മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണെന്ന തരത്തിലുള്ള ദില്ലിയിലും കേരളത്തിലും നടന്ന മാരത്തോൺ ചർച്ച നടന്നു. അത് കഴിഞ്ഞ് ശരത്ത് പറഞ്ഞതുപോലെ മന്ത്രിമാരെ സംബന്ധിച്ചായിരുന്നു. അതിൻ്റെ പട്ടിക രാത്രിയോളം ചർച്ചകൾ നീണ്ടു. മാധ്യമപ്രവർത്തകരെല്ലാം കന്റോൺമെൻറ് ഹൗസിലും രമേശ് ചെന്നിത്തലയുടെ വസതിയിലും ഒക്കെ കാത്തു നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വകുപ്പുകളിലായി തർക്കമായി. വകുപ്പുകളിലെ തർക്കവും ഇപ്പോഴും വീതം വെച്ച് തർക്കത്തെ സംബന്ധിച്ച് ഘടകകക്ഷി തമ്മിലുള്ള തർക്കമുണ്ട്. ചില സാമുദായിക സംഘടനകൾ ശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നു. ലത്തീൻ മതവിഭാഗത്തെ രൂപതയെ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ആ വകുപ്പ് ഏറ്റെടുത്ത ഫിഷറീസ് വകുപ്പ് മന്ത്രി ലീഗിൻ്റെ നേതാവ് തന്നെ നേരിട്ട് എത്തി കൂടിക്കാഴ്ച നടത്തി. അപ്പോഴും അതിനുശേഷവും അതിലെ പുരോഹിതർ പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞത്, ഇക്കാര്യത്തിൽ ഇനി വലിയ തരത്തിലുള്ള ഖേദം നമുക്കുണ്ട്, അതിർത്തിയുണ്ട്. ഇനി എങ്ങനെയാണ് എന്ന കാര്യം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് വിലയിരുത്താമാണ്. അതുകൊണ്ട് എല്ലാ മേഖലയിലും അതിർത്തി അതുപോലെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കോൺഗ്രസിലേക്ക് വന്നാൽ ശരത്ത് സൂചിപ്പിച്ചതുപോലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയായി പോയി. 2 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. അത് AP അനിൽകുമാറും ഒപ്പം തന്നെ PC വിഷ്ണുനാഥുമാണ്. അവർ രണ്ടുപേരും മന്ത്രിസഭയിലേക്ക് പോയി. ഒപ്പം തന്നെ 5 DCC അധ്യക്ഷന്മാരുണ്ട്. അതായത് കോഴിക്കോട് നിന്ന് K പ്രവീൺകുമാർ, മലപ്പുറത്ത് നിന്ന് VS ജോയി, ഒപ്പം തന്നെ കോട്ടയത്ത് നിന്ന് നാട്ടക സുരേഷ്, തിരുവനന്തപുരത്ത് ശക്തൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 5. ഒപ്പം തന്നെ ഞാൻ വിട്ടുപോയ എറണാകുളത്ത് നിന്ന് മുഹമ്മദ് ഷിയാസ്. അങ്ങനെ അത്ര 5ഓളം വരുന്ന 5 MLA-മാരായി പോയി. DCC അധ്യക്ഷന്മാരാണ്. ഒപ്പം തന്നെ നേരത്തെ നിഷ്ക്രിയമായി പ്രവർത്തന രംഗത്ത് കർമ്മനിരതരല്ലാത്ത ഒരു വിഭാഗം DCC അധ്യക്ഷന്മാരെ മാറ്റണമെന്ന് നേരത്തെ തന്നെ അഭിപ്രായമുണ്ട്. 10ഓളം പേരെ മാറ്റാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിലിനെ തീരുമാനിക്കാത്തതുകൊണ്ട് ചർച്ചകളിൽ നിന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി വിട്ടുനിന്നത്. അങ്ങനെ ചർച്ചകൾ മുന്നോട്ട് പോയില്ല. ദീപാദാസ് മുൻഷി KPCC ആസ്ഥാനത്ത് 3 ദിവസം കാത്തിരുന്നു. VD സതീശൻ വന്നില്ല. അതുകൊണ്ട് ചർച്ചകൾ നടന്നില്ല. അങ്ങനെ സമ്പൂർണ്ണ പുനഃസംഘടന നടന്നില്ല. അതിനിടയിലാണ് ഈ 5 പേരും MLA ആയി മാറുന്നത്. അതുകൊണ്ട് 8ഓ 9ഓ പേരെ മാറ്റണമെന്ന നിലപാട് തന്നെയുണ്ട്. അതുകൊണ്ട് സമ്പൂർണ്ണ പുനഃസംഘടന DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ വേണം. KPCC പ്രസിഡന്റുമാരുടെ കാര്യം പരിശോധിക്കുമ്പോൾ അടിയന്തരമായി KPCCയുള്ള വിടവുകൾ, ഈ പറഞ്ഞ ഒഴിവുകൾ നികത്തിയേ പറ്റുള്ളൂ. പക്ഷേ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് 3 പേരാണ് തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്ക് വിരലിൽ എണ്ണിയെടുക്കാൻ കഴിയാത്ത തരത്തിൽ KPCC അധ്യക്ഷൻ സ്ഥാനത്തേക്ക് പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. അദ്ദേഹത്തെ പിന്നാക്ക വിഭാഗത്തെ പ്രതികരിക്കുന്ന ഒരു KPCC അധ്യക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. തന്നെ പലതവണ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. K സുധാകരൻ്റെ കാലത്ത് തൻ്റെ പേരാണ് മുന്നോട്ട് വന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് തന്നെ ആക്രമണം അടക്കം നടത്തി. ഇനിയും തനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് തൻ്റെ പരിദേവനം മുഴുവൻ, വിഷവും മുഴുവൻ മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന AK ആൻ്റണിയോട് കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് പോയി കണ്ട് സംസാരിച്ചു. ഒപ്പം തന്നെ ദില്ലിയിൽ മല്ലികാർജ്ജുന ഖാർഗെയോട് നേരിട്ട് തന്നെ അദ്ദേഹം സംസാരിച്ചു. തൻ്റെ വാദം, തൻ്റെ ക്ലെയിം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രണ്ടാമനായി പറയുന്നത് ബെന്നി ബെഹനാനാണ്. A ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. കഴിഞ്ഞ തവണ പരിഗണിക്കപ്പെടാതെ പോയതുകൊണ്ട് തന്നെ ഇത്തവണ പരിഗണിക്കണം. ദില്ലിയിൽ നിന്ന് വളരെ പൊടുന്നനെയാണ് സണ്ണി ജോസഫ് ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി KPCC അധ്യക്ഷനായി വന്നത്. അന്ന് പറഞ്ഞു കേട്ട പേര് സണ്ണി ജോസഫിൻ്റെ ആയിരുന്നു. അദ്ദേഹമാണ് 2ാം സ്ഥാനക്കാരൻ. 3ാമത് ജോസഫ് വാഴക്കനാണ്. ജോസഫ് വാഴക്കനെ സംബന്ധിച്ചിടത്തോളം കപ്പിനും ചുണ്ടിനും ഇടയിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു പോയി. ഏറ്റുമാനൂർ അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപയുടെ ഫ്ലക്സും പോസ്റ്ററുകളും അടിച്ചു വച്ചിരുന്നത് മാധ്യമങ്ങൾ വാർത്തയായതാണ്. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്നും വിട്ടുപോകാത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ജോസഫ് വാഴക്കൻ. അദ്ദേഹത്തിൻ്റെ വയ്ക്കുന്ന ക്ലെയിം എന്ന് പറയുന്നത് തനിക്ക് മത്സരിക്കാനുള്ള പദവി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനമായി മാറി നിന്നു. അവിടെ കോട്ടയത്ത് DCC അധ്യക്ഷൻ തന്നെ മത്സരിച്ചു. നാട്ടക സുരേഷ് വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ മാന്യത തിരിച്ച് പാർട്ടി തന്നോട് കാണിക്കണമെന്നതാണ്. മറ്റ് പദവികളൊന്നും MPമാരോ MLA മാരോ അല്ലാത്തവർ KPCC അധ്യക്ഷനാകണമെങ്കിൽ
ജോസഫ് വാഴക്കനാണ് മുൻഗണന എന്ന് പറയുന്നു. പക്ഷേ പുതിയ പുതിയ പേരുകൾ കൂടി വരുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് പാർട്ടി പറഞ്ഞനുസരിച്ച് വിട്ടുകൊടുത്ത് അരീക്കരയിലേക്ക് പോയി മത്സരിച്ച് പരാജയപ്പെട്ട പാർട്ടിയുടെ നിലപാടിനൊപ്പം നിന്നതിൻ്റെ ഭാഗമായി തനിക്ക് നിലവിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് VS ശിവകുമാർ. അദ്ദേഹവും KC വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനത്ത് നേതാവാണ്. അദ്ദേഹത്തെ പരിഗണിക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റാണ്. സ്വാഭാവികമായി വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന തന്നെ പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരണം. പുതിയ തലമുറ മാറ്റത്തിലേക്ക് കോൺഗ്രസ് മാറണം എന്ന നിലപാട് ഷാഫിക്ക് അനുകൂലമായ നിലപാട് വരുന്നുണ്ട്. അത് ഒരു വിഭാഗം യുവ വിഭാഗത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സജീവമായി ഷാഫി പറമ്പിലിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ മാത്യു കൊഴനാടിൻ്റെ പേരും ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തലമുറ മാറ്റം DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഇതിപ്പോൾ നമ്മൾ ഈ ഗുഡ് മോർണിംഗ് കേരളം പരിപാടി അവസാനിപ്പിച്ചാൽ പോലും ഈ ലിസ്റ്റ് തീരില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി ലിസ്റ്റിന് നീളാതെ നോക്കുക എന്നുള്ളതാണ് KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആവശ്യം. കൊടിക്കുന്നിൽ സുരേഷ് രമേശ് ചെന്നിത്തലയെ പോലെ ആകുമോ? ഈ നീക്കത്തിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? മാത്രമല്ല, ഇപ്പോൾ ഏറെക്കുറെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന KC വേണുഗോപാലിനോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ജോസഫ് വാഴക്കൻ്റെ പേരുമായി അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇതിൽ KC വേണുഗോപാലിൻ്റെ നിലപാടായിരിക്കില്ലേ വളരെ നിർണായകമാവുക? അപ്പോൾ പതിവ് പോലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എന്ന പോലെ ഇത് നീട്ടി കൊണ്ടുപോയാൽ ഇനിയും ഈ ലിസ്റ്റ് നീളും. എല്ലാവർക്കും ആഗ്രഹമുള്ളവരായി മാറും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിന് മുമ്പിലാണെന്ന് തോന്നുന്നു ഒരു പോസ്റ്റർ, ഒരു ഫ്ലെക്സ് കണ്ടത്. KPCCയെ ചാണ്ടി ഉമ്മൻ നയിക്കട്ടെ, അങ്ങനെയും ഒരു ഫ്ലെക്സ് കണ്ടിരുന്നു. നിർബൻ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ശരത്ത് പറഞ്ഞതുപോലെ നമുക്ക് ഈ വിഷയം കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ചുരുക്കി പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രയേറെ നേതാക്കളുടെ വലിയ നിരയുണ്ട്. ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം സൈക്കിളിലാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മന് വേണ്ടി MLA ഹോസ്റ്റലിൻ്റെ പരിസരത്തും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിനൊക്കെ തന്നെ അദ്ദേഹം നയിക്കട്ടെ, കോൺഗ്രസിനെ നയിക്കട്ടെ എന്ന ഫ്ലെക്സ് ബോർഡുകൾ വരുന്നു. വരും ദിവസങ്ങളിൽ ഓരോ നേതാക്കൾക്കും ഈ ചർച്ചകൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായി അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകളെ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഫ്ലെക്സ് ബോർഡുകൾ ഇനിയും വരുമെന്ന കാര്യം ഉറപ്പാണ്. ഒരു നിര നേതാക്കൾ തന്നെ ഉണ്ട്. ഇതിൽ ആരെ പരിഗണിക്കുമെന്ന് ചോദിച്ചാൽ ആ ശരത്ത് നേരത്തെ പറഞ്ഞ പേര് തന്നെയായിരിക്കും. KC വേണുഗോപാൽ വരയ്ക്കുന്ന ഏത് പേരിന് അടുത്താണോ അദ്ദേഹം ടിക്ക് മാർക്ക് രേഖപ്പെടുത്തുക, അദ്ദേഹം തന്നെയായിരിക്കും പുതിയ KPCC അധ്യക്ഷനായി വരിക. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരാണ് പരിഗണനാ പട്ടികയിൽ ഭൂരിപക്ഷ നേതാക്കളും. കാരണം പഴയ എയും ഐയും ഒക്കെ ലയിച്ച് ഇപ്പോൾ ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ. അത് ഏറ്റവും പ്രബലമായ ഗ്രൂപ്പ് എന്ന് പറയുന്നത് KC വേണുഗോപാൽ നയിക്കുന്ന, അദ്ദേഹം നയിക്കുന്നില്ല എന്ന് പരസ്യമായി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ PR ഏജൻറ്റുമാർ തന്നെയാണ് കേരളത്തിൽ ആ ഗ്രൂപ്പിനെ നയിക്കുന്നത്. ഈ മന്ത്രിസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് AP അനിൽകുമാറിൻ്റെ കാര്യം തന്നെ നമുക്കെടുക്കാം. വകുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നിശ്ചയിച്ച വകുപ്പ് അവസാനം മാറിയപ്പോൾ കർശനമായ ഇടപെടലാണ് KC വേണുഗോപാൽ നടത്തിയത്. നിലവിലുള്ള KPCC അധ്യക്ഷൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ തെറിപ്പിച്ചു. അതിനുശേഷമാണ് റവന്യൂ പോലത്തെ വകുപ്പ് AP അനിൽകുമാറിന് ലഭിക്കുന്നത്. കോൺഗ്രസിൻ്റെ മൂന്നാമനായി അദ്ദേഹം മന്ത്രിസഭയിൽ ഇടം പിടിച്ചത് KC വേണുഗോപാലിൻ്റെ ഇടപെടൽ എത്രമാത്രം ശക്തമാണ് എന്നതിൻ്റെ സൂചനയാണ്. മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിന് നഷ്ടമായതുകൊണ്ട് തന്നെ പാർട്ടി പൂർണ്ണമായി പിടിച്ചടക്കുക എന്ന നിർദ്ദേശം തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. മുഴുവൻ DCC അധ്യക്ഷന്മാരുടെ ഈ പുനഃസംഘടനയിലും പൂർണ്ണമായ സമ്പൂർണ്ണ ആധിപത്യം KC വിഭാഗം നേടുമെന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഇപ്പോൾ മന്ത്രിയായി പോയി. അവിടെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുള്ള ബിനു ചുള്ളിയിൽ വരുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ നിലവിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. സ്വാഭാവികമായി അദ്ദേഹം തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യുവജന സംഘടനകൾ, മഹിളാ കോൺഗ്രസ്, ഒപ്പം തന്നെ വിവിധ പോഷക സംഘടനകളുടെ എല്ലാ ഭാരവാഹിത്വം ഇപ്പോഴും KC വേണുഗോപാലിൻ്റെ കയ്യിലാണ്. മന്ത്രിസഭയിലും ഭൂരിപക്ഷം KCക്ക് ഒപ്പമാണ്. ഒപ്പം തന്നെ ഇനി സംഘടനാ പുനഃസംഘടന വരുമ്പോൾ KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും ഒപ്പം തന്നെ DCC അധ്യക്ഷന്മാരും ഒക്കെ തന്നെ KC അനുയായികൾ ആയി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് ദില്ലിയിലെത്തി അവിടെ ചർച്ചകൾ നടത്തുമ്പോൾ VD സതീശൻ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തൻ്റെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രതിപക്ഷ നേതാവെന്ന ഘട്ടത്തിൽ DCC അധ്യക്ഷനായ ചെമ്പഴന്തി അനിലിനെ പരിഗണിക്കണമെന്ന് അദ്ദേഹം ദില്ലിയിൽ പോയി പറഞ്ഞു. അവിടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ പൂർണ്ണമായി പാടെ തള്ളിക്കളഞ്ഞു. പക്ഷേ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു, ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തലസ്ഥാന ജില്ലയിൽ അദ്ദേഹം പറയുന്ന DCC അധ്യക്ഷനെ പരിഗണിക്കണമെന്ന നിർദ്ദേശം ഇനി ചിലപ്പോൾ മുഖവിലേക്ക് എടുക്കുമോ എന്ന ആശങ്കയുണ്ട്. പക്ഷേ KC വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മണക്കാട് സുരേഷിന് വേണ്ടി മറുവിഭാഗവും ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതിൽ ആര് ജയിക്കും? മുഖ്യമന്ത്രി ആകുന്ന കാര്യത്തിൽ VD സതീശൻ്റെ വാദം വിജയിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാദം വിജയിക്കുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ശരത്ത് ഒരു കാര്യം സൂചിപ്പിക്കാം, വരുന്ന ദിവസങ്ങളിലെ ചർച്ചകളിൽ ഇനി കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്തകളിൽ നിറയും. റോഡുകളിൽ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടാവും. KPCC ആസ്ഥാനത്തൊക്കെ തന്നെ അർദ്ധരാത്രി ഒട്ടിക്കപ്പെടുന്ന പല പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ശരത്, നിർഭനി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഓരോ ദിവസവും വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് പോലെയാണ്.
കോൺഗ്രസിനെ സംബന്ധിച്ച ചില മുന്നറിയിപ്പുകൾ നിർഭൻ പ്രേക്ഷകരുമായി പങ്കുവെച്ചതുപോലെയുണ്ട്. നിങ്ങൾ കാത്തിരുന്നുകൊള്ളൂ, അല്ലെങ്കിൽ ജാഗ്രതയോടെ കരുതിയിരിക്കൂ എന്ന് പറയും പോലെ ഉണ്ടല്ലോ നിർഭൻ ഇത്. തീർച്ചയായും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം നമ്മൾ തുടർച്ചയായി നമ്മൾ പിന്തുടരുമ്പോൾ ഉള്ള വാർത്തകളുടെ ഒരു രീതിയുണ്ടല്ലോ. സ്വാഭാവികമായും KPCC അധ്യക്ഷനെയൊക്കെ തന്നെ വളരെ പെട്ടെന്ന് അവർക്ക് തീരുമാനിക്കാവുന്നതാണ്, കാരണം KC-യുടെ കയ്യിലാണ് കാര്യങ്ങൾ. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. പലതരത്തിലുള്ള ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നൊക്കെയാണല്ലോ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനി 5 വർഷം പാർട്ടിയിലും മുന്നണിയിലും ഒപ്പം തന്നെ സർക്കാരിലൊക്കെ നടക്കുന്ന ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യവും മഹോത്സവവും ഒക്കെ നമുക്ക് കേരളത്തിന് കാണേണ്ടി വരും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരത്, ഈ പുതിയ KPCC പ്രസിഡന്റിനെ കണ്ടെത്താനും ഇവിടെ നിന്ന് മുൻ KPCC പ്രസിഡന്റ്മാരെ എല്ലാം ദില്ലിക്ക് വിളിപ്പിക്കുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. വിളിപ്പിക്കില്ല എന്നും പറയാൻ കഴിയില്ല. അത് കോൺഗ്രസിൻ്റെ ഒരു രീതി അതാണ് നിർഭൻ സൂചിപ്പിച്ചത്. നിർഭൻ, ഒരു ഇത്രയധികം നേതാക്കൾ KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ചു വരുന്നതിന് പിന്നിൽ അവർക്ക് മറ്റൊരു സാധ്യത കൂടി അവർ കാണുന്നുണ്ടാവില്ലേ? ഒരുപക്ഷെ KPCC പ്രസിഡന്റ് സ്ഥാനം എന്ന ആഗ്രഹത്തിൽ നിന്ന് തള്ളിപ്പോയാലും പലരുടെയും കാര്യത്തിൽ അതാണ്. ആഗ്രഹിക്കാം എന്ന് കരുതി അങ്ങ് ആഗ്രഹിച്ച് പബ്ലിക്കായി അതിനുവേണ്ടി ഒരു ഓപ്പറേഷൻ നടത്തുന്നതാണ് പാർട്ടിക്കകത്തും. പക്ഷേ വർക്കിംഗ് പ്രസിഡന്റുമാർ ഒഴിയുന്ന നില വരുന്നു. KPCC പ്രസിഡന്റ് ആയില്ലെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് എങ്കിലും ആകാം. ഇല്ലെങ്കിൽ ചില ആളുകൾക്ക് KPCC ജനറൽ സെക്രട്ടറി പോലെയുള്ള കീ പോസ്റ്റിലേക്ക് വരാം, അല്ലെങ്കിൽ ട്രഷറർ പോലെയുള്ള പദവികളിലേക്ക് വരാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ തോറ്റു നിൽക്കുന്നവരുണ്ട്, സീറ്റ് കിട്ടാത്തവരുണ്ട്. അപ്പോൾ ആ നിലയിലേക്കൊക്കെ KPCC പ്രസിഡന്റ് പദം പോയാലും പലർക്കും പല ലക്ഷ്യങ്ങളും ഉണ്ടാകും. വർക്കിംഗ് പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഇങ്ങനെ പല നിലകളിലേക്കുള്ള ഒരു ചരടുവലിയുടെ ഭാഗമായിട്ടായിരിക്കണം ആദ്യം തന്നെ KPCC പ്രസിഡന്റിലേക്ക് തന്നെ കയറി പിടിക്കുന്നത് പലരും. തീർച്ചയായും ശരത്തിൻ്റെ നിരീക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബമ്പർ അടിച്ചില്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനം വരെയുള്ള സമ്മാനങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് KPCC അധ്യക്ഷനല്ല എങ്കിൽ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ ഒഴിവ് 2 എണ്ണം ഉണ്ട്. KPCC ജനറൽ സെക്രട്ടറിമാരുടെ ഒഴിവ് തൊട്ട് താഴെ വരും. ഒപ്പം തന്നെ DCC അധ്യക്ഷന്മാരുടെ ഒഴിവ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും പദവിയിലേക്ക് അതെ, 7ഓളം ജില്ലകളിൽ DCC പ്രസിഡന്റുമാർ മാറിയേക്കാം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും. അതുകൊണ്ട് മറ്റ് പദവികൾ കൂടി കണ്ടുവയ്ക്കുന്നതാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടും പല മണ്ഡലങ്ങളിലും മാറ്റിയതുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ അതിൻ്റെ ഒത്തുതീർപ്പിന് നേതൃത്വം നൽകിയ ആൾ KC വേണുഗോപാലാണ്. അവരെല്ലാം പേഴ്സണലായിട്ട് KC-യോട് പല കാരണങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവരോടെല്ലാം ആശ്വസിപ്പിക്കുകയും മറ്റ് പദവികളിൽ പരിഗണിക്കും, അതിന് തുല്യമായ പദവികൾ നൽകുമെന്നൊക്കെ ഉറപ്പ് നൽകിയിട്ടുള്ള KC വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാരണങ്ങൾ തങ്ങൾക്ക് വരണം, തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ക്ലെയിം ഉണ്ട് എന്ന് മുന്നോട്ട് വയ്ക്കുന്നതിന് പിന്നിൽ ഇക്കാര്യങ്ങളെല്ലാം KC തങ്ങളെ കാണും, ഇടപെടും എന്ന തരത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത പോലും ഈ വിഭാഗങ്ങൾ ബോധപൂർവ്വം ഓപ്പറേറ്റ് ചെയ്യുന്നതാണെന്ന കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ നിന്നൊക്കെ തന്നെ ചില നേതാക്കളുടെ വാർത്തകൾ നിർണായകമായ പോസ്റ്റിലേക്ക് പലരും വരുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതൊക്കെ നിരീക്ഷിക്കുന്ന KC വേണുഗോപാൽ അതെല്ലാം പരിഗണിച്ചായിരിക്കും അവരെയൊക്കെ പുതിയ പദവിയിലേക്ക് ഉൾപ്പെടുത്തുക. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യം നമുക്ക് പറയാം, ആ നേതാവിൻ്റെ പേര് നമ്മൾ പറയുന്നില്ല. ഒരു പ്രധാനപ്പെട്ട നേതാവ് ഏറ്റവും തലമുതിർന്ന നേതാവിനെ കാണാൻ പോയിട്ട് തന്നെ ഇത്തവണയെങ്കിലും പരിഗണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി ഈ കാര്യത്തിൽ താൻ ഇടപെടില്ല, കാരണം എല്ലാം ഇനി KC-യാണ് തീരുമാനിക്കുന്നത്. ആ കാര്യത്തിൽ താൻ കയറി അഭിപ്രായം പറഞ്ഞ് നാണം കെടാൻ താനില്ല, നിങ്ങൾ സ്വന്തം നിലയ്ക്ക് നോക്കിക്കൊള്ളൂ എന്നാണ് അദ്ദേഹത്തിന് മറുപടി നൽകിയത്. നിർഭൻ, ആ പറഞ്ഞതിൽ നിന്ന് ഒറ്റ കാര്യം കൂടി, അതായത് ഇപ്പോൾ ഒരു വിശാലമായ എന്നാൽ കോൺഗ്രസിലെ ഏറ്റവും വലിയൊരു ഗ്രൂപ്പിനെ നയിക്കുന്നത് KC വേണുഗോപാലാണ്. KC പക്ഷം എന്ന് തന്നെയാണല്ലോ ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്തകളിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനത്തിനകത്ത് അങ്ങനെ ഒരു വിശാലമായ അതിശക്തമായ ഒരു ഗ്രൂപ്പിൽ നിന്ന് കൂടുതൽ പേരുകൾ ഇതുപോലെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ വരുന്നത് ഒരു ഗ്രൂപ്പിന് ഗുണം ചെയ്യില്ല. ഒറ്റ പേരിലേക്ക് ഒതുങ്ങുക എന്നുള്ളത് ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് വലിയ നേട്ടവുമാണ്. അപ്പോൾ KC-യെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഈ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പല ആളുകളും വരുന്നത് ആ ഗ്രൂപ്പിന് ഗുണം ചെയ്യില്ല എന്നൊരു പ്രശ്നം KC നേരിടുന്നുണ്ടാവില്ലേ? തീർച്ചയായും അത് ഏറ്റവും വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന കോൺഗ്രസിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നം പ്രതിസന്ധി അത് തന്നെയായിരിക്കും. പക്ഷേ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞേക്കുന്ന ബെന്നി ബെഹനാനും കൊടിക്കുന്നിൽ സുരേഷും ജോസഫ് വാഴക്കിനും ഒക്കെ വെട്ടിപ്പോകുന്നതിന് ഈ തലമുറ മാറ്റമൊന്നും പലതരത്തിലുള്ള പേരുകൾ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് പിന്നിലും KC പക്ഷമുണ്ട്. അതായത് ഒന്നാം കിട നേതാക്കൾ KC-ക്കൊപ്പം നിൽക്കാത്ത നേതാക്കളെ വെട്ടി അരിഞ്ഞു വീഴ്ത്തുക എന്ന ലക്ഷ്യം കൂടി പല പേരുകൾ മുന്നോട്ട് വയ്ക്കുന്നില്ല. ഓപ്ഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങൾ വരുന്നതിലും ഈ KC ക്യാമ്പിന് തന്നെ ചിലരുടെ പങ്കുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൂടിയാണ് ഇതിൻ്റെ സംബന്ധിച്ച അടുത്തു വരുന്ന കോൺഗ്രസ് ഡെവലപ്മെൻറ്റിൽ ഇവരെല്ലാം പരിഗണിക്കപ്പെടാത്തവരും പരിഗണിക്കപ്പെടുന്നവരൊക്കെ തന്നെ KC ക്യാമ്പിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണോ, അല്ല എങ്കിൽ ഇതിന് ശേഷം പരിഗണിക്കപ്പെടാതെ പോകുമ്പോൾ പൊട്ടിത്തെറിയിലേക്ക് പോകുമോ എന്ന കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശരത്.